നമ്മളുടെ ഈ നീതി തേടി എന്ന ഷോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം മത സൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും സ്നേഹമാണ്. ആരെയും നമ്മളുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ഈ ജീവിതം ഒരു ക്ഷണികമാണ്. നമ്മൾക്ക് കുറച്ച് നാളുകളെ ഈ ഭൂമിയിലുള്ളൂ. നമ്മളുടെ പൂർവികരായിട്ടുള്ള ആത്മീയ ആചാര്യന്മാരെ നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ള നല്ല വചനങ്ങൾ, നല്ല മാർഗദർശനം, നല്ല ചിന്തകൾ, നല്ല കാഴ്ചപ്പാടുകൾ, പരസ്പരം സ്നേഹിക്കുവാനുള്ള ബോധവൽക്കരണം, ഇതെല്ലാം നമ്മളുടെ പൂർവികർ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് അവർ കടന്നുപോയത്. ആ ഉന്നത ആത്മീയാചാര്യന്മാരുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ ഇന്നും ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ ഷോയുടെ യൂട്യൂബിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലും വ്യത്യസ്തമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ആണ് ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പരിപാടിയിൽ കുറച്ച് പാട്ടുകൾ കൂടി, കല, സാഹിത്യം, സാംസ്കാരികം, സംഗീതം എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടിയാണ് ഈ നടരാജ് ഷോ മുന്നോട്ട് പോകുന്നത്. അതിനാൽ എല്ലാ ആത്മീയ ഗാനങ്ങളും ഈ ഷോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. നമ്മളുടെ യേശുദേവൻ ലോക ജനത്തിൻ്റെ പാപമോചനങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ലോകനാഥനായ സ്നേഹനാഥനായ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ പുണ്യദേവന്റെ ആ കാഴ്ചപ്പാടും ചിന്തകളും എപ്പോഴും ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സ്നേഹവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മതങ്ങളും അത് തന്നെയാണ്. പക്ഷേ നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ആ കാരുണ്യവാനായ യേശുക്രിസ്തുവിനെ അതിമൃഗീയമായി ക്രൂശിച്ച് കുരിശിൽ തറച്ച് വളരെയേറെ മൃഗീയമായ രീതിയിലാണ് യേശുക്രിസ്തുവിനെ കൊന്നുകളഞ്ഞത്. ആ ജീവിതം, ആ അനുഭവം ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ലോകം എമ്പാടും ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു ക്രിസ്മസ് വന്നിരിക്കുകയാണ്. ഈ ക്രിസ്മസിൽ നമ്മളുടെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം എല്ലാവരും സമാധാനത്തോടും ശാന്തിയോടും സ്നേഹത്തോടും കൂടി എപ്പോഴും ആയിരിക്കാൻ പരസ്പരം എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടുന്നുവോ ആ മധ്യയിൽ യേശുക്രിസ്തു ഉണ്ടെന്ന് പറയുന്നത് പോലെ ആ വിശ്വാസത്തിൽ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമ്മൾക്ക് ഈ വന്നിരിക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കാം. അതിനോടൊപ്പം തന്നെ ജീവിതവും മുന്നോട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകണം
എന്നാണ് ഈ ഷോയിലൂടെ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. വളരെയേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനമില്ല, എങ്ങും പ്രശ്നങ്ങൾ, ദിനം പ്രതി ആക്സിഡന്റ് മരണങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറി, പീഡനം, എവിടെ നോക്കിയാലും അവിടെയെല്ലാം കലുഷിതമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് 5, 6, 10 പേര് ടൂർ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത എല്ലാവരും ആക്സിഡന്റിൽ മരിച്ചു. ഇത് നമ്മെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെയേറെ കരുതലോടും ശ്രദ്ധയോടും കൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ആഘോഷങ്ങൾ എല്ലാം സമാധാനപരമായും സ്നേഹത്തോടുകൂടി തന്നെ ആയിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾ ഈ മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെയുള്ള ലഹരികൾക്ക് അടിമപ്പെട്ട് പല കുടുംബങ്ങളും ഇന്ന് വളരെയേറെ പ്രയാസങ്ങളിലൂടെയാണ്, പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം, സ്നേഹമുണ്ടാവണം, സാഹോദര്യമുണ്ടാകണം, പരസ്പരം സഹായിക്കണം. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളി കേൾക്കും ദൈവമേ, വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ, നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ, കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ, നീ ആരിലും ഉന്നതനാണൻ ദൈവമേ. വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ, നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ, കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ, നീ ആരിലും ഉന്നതനാണൻ ദൈവമേ. വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ, നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ, കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ, നീ ആരിലും ഉന്നതനാണൻ ദൈവമേ. സ്നേഹത്തിൻ ദീപമാണെൻ ദൈവമേ, നീ ത്യാഗത്തിൻ രൂപമാണെൻ ദൈവമേ. സ്നേഹത്തിൻ ദീപമാണെൻ ദൈവമേ, നീ ത്യാഗത്തിൻ രൂപമാണെൻ ദൈവമേ. തീരാത്ത ദുഃഖത്തിൻ ഭാരങ്ങളേന്തുന്ന, തീരാത്ത ദുഃഖത്തിൻ ഭാരങ്ങളേന്തുന്ന പാപികൾക്ക് അത്താണിയാണെൻ ദൈവമേ, നീ പാപികൾക്ക് അത്താണിയാണെൻ ദൈവമേ. വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ, നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ, കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ, നീ ആരിലും ഉന്നതനാണെൻ ദൈവമേ. വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ, നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ,
കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ നീ ആരിലും ഉന്നതനാണെൻ ദൈവമേ. സ്നേഹത്തിൻ ആത്മാവാണൻ ദൈവമേ, നിന്റെ വചനങ്ങൾ ജീവനാണെൻ ദൈവമേ. സ്നേഹത്തിൻ ആത്മാവാണെൻ ദൈവമേ, നിൻ വചനങ്ങൾ ജീവനാണെൻ ദൈവമേ. ശക്തിയും ബലവും ഞങ്ങൾക്കു നൽകണേ, നിൻ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണേ. വീണ്ടും വരുമെന്ന വാഗ്ദത്തം നിറവേറ്റണേ ദൈവമേ. വീണ്ടും വരുമെന്ന വാഗ്ദത്തം നിറവേറ്റണേ. വേഗം വരേണമേ സ്നേഹനാഥ, വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ. നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ. കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ നീ ആരിലും ഉന്നതനാണെൻ ദൈവമേ. വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ. നിന്നെ ക്ഷണിച്ചാൽ ഓടിയെത്തും ദൈവമേ. കഥനത്തിൻ കണ്ണീരൊപ്പും ദൈവമേ നീ ആരിലും ഉന്നതനാണെൻ ദൈവമേ. ആരിലും ഉന്നതനാണെൻ ദൈവമേ. ആരിലും ഉന്നതനാണെൻ ദൈവമേ. താങ്ക് യു. ആരും ഇല്ല എന്നാഥ നീയല്ലാതെ, ആരും ഇല്ല എന്നാഥ നീയല്ലാതെ. പാരിനൻ പ്രിയ, പാരിനൻ പ്രിയ, ആരും ഇല്ല എന്നാഥ നീയല്ലാതെ. ആരും ഇല്ല എന്നാഥ നീയല്ലാതെ. പാരിനൻ പ്രിയ, പാരിനൻ പ്രിയ. വേദനയാൽ ഞാൻ പുളയുമ്പോൾ, ദുഃഖഭാരത്താൽ ഞാൻ വലയുമ്പോൾ. വേദനയാൽ ഞാൻ പുളയുമ്പോൾ, ദുഃഖഭാരത്താൽ ഞാൻ വലയുമ്പോൾ. താങ്ങായി വരേണമേ നാഥ, തണലായി വരേണമേ നാഥ. താങ്ങായി വരേണമേ നാഥ, തണലായി വരേണമേ നാഥ. നീ എനിക്കെന്നും അത്താണിയായി, നീ എനിക്കെന്നും അത്താണിയായി കൂട്ടായി നിൽക്കണേ നാഥ. എന്നും കൂട്ടായി നിൽക്കണേ നാഥ. നീ എനിക്കെന്നും അത്താണിയായി, നീ എനിക്കെന്നും അത്താണിയായി കൂട്ടായി നിൽക്കണേ നാഥ. എന്നും കൂട്ടായി നിൽക്കണേ നാഥ. ആരും ഇല്ല എന്നാഥ നീയല്ലാതെ. ആരും ഇല്ല എന്നാഥ നീയല്ലാതെ. പാരിനൻ പ്രിയ,
ബന്ധങ്ങളെല്ലാം അകലുമ്പോൾ, സ്വന്തങ്ങളെല്ലാം പിരിയുമ്പോൾ, ബന്ധങ്ങളെല്ലാം അകലുമ്പോൾ, സ്വന്തങ്ങളെല്ലാം പിരിയുമ്പോൾ, അപവാദമെല്ലാം കേൾക്കുമ്പോൾ, അപവാദമെല്ലാം കേൾക്കുമ്പോൾ, അപമാനഭാരത്താൽ വലയുമ്പോൾ, അപമാനഭാരത്താൽ വലയുമ്പോൾ, ആശ്വാസമേകുവാൻ നീ വരണേ നാഥ, ആശ്വാസമേകുവാൻ നീ വരണേ, ആത്മാവിനാനന്ദം നീ തരണേ, ആത്മാവിനാനന്ദം നീ തരണേ നാഥ, ആത്മാവിനാനന്ദം നീ തരണേ. ആരും ഇല്ല നാഥ നീയല്ലാതെ, ആരും ഇല്ല നാഥ നീയല്ലാതെ, പാരിൻ